വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന രണ്ട് പുതിയുണ്ടല്ലോ, ഇത് രണ്ട് നമ്മളൊന്ന് പുത്തനാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ്. കളറെല്ലാം പോയി ഇതൊരു പരുവായിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ മൊത്തം നാശമായിട്ടാണ് ഇങ്ങനെ നരച്ചിരിക്കുകയാണ്. ഇന്ന് ഇത് നമ്മളെ പുത്തനാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിന് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് മുമ്പായിട്ട് ഇതുപോലെ പഴയ തുണികൾ ആരെങ്കിലും ഒക്കെ എടുത്ത് കളയാൻ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പുത്തനാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ നേരെ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഇത് പുത്തനാക്കി എടുക്കുന്നതെന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഒന്നാമത്തെ വേണ്ടതാണ് ഈ കാണുന്ന തിളച്ച ചൂടുവെള്ളം നമുക്ക് വേണം. തിളച്ച വെള്ളം വേണം. പിന്നെ നമുക്ക് ഈ ഒരു വിനിഗർ വേണം. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും വേണം. ഇതിൻ്റെ മെയിൻ ഈ കാണുന്ന ഈ ഒരു കളർ പൗഡറാണ്. ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ സ്റ്റേഷനറി ഷോപ്പുകളിലൊക്കെ ലഭ്യമാണ്. ഈ ചെറിയ കടകളൊക്കെ ഉള്ളൂ, ഫാൻസി സ്റ്റോറൊക്കെ ഉള്ളൂ, അവിടെയൊക്കെ ലഭ്യമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഡ്രസ്സിൽ ചേർക്കുന്ന കളർ പൗഡർ ചോദിച്ചാൽ മതി, അവർ തരും. ഏകദേശം ഒരു 20 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡ്രസ്സിനെ നമ്മളിന്ന് പുത്തനാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ബ്ലൂവും അത് ബ്രൗണുമാണ്, പല കളറിലുണ്ട്. അപ്പോൾ ഞാൻ ബ്ലൂവും ബ്രൗണും ആണ് മേടിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു പാൻറ്റ് മുക്കി നോക്കാം. ഇതിലേക്ക് ഫസ്റ്റ് നമ്മൾ കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. നമ്മളൊരു കുറച്ച് വിനിഗറും കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് വെള്ളം നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. അതിനുശേഷം ഇതാണ് നമ്മുടെ പൗഡർ. ഈ പൗഡർ നമ്മൾ പൊട്ടിച്ച് നമ്മൾ ഇടുകയാണ്. പൗഡർ നമ്മൾ ആവശ്യത്തിനുള്ളത് നമ്മൾ ഇടുകയാണ്. ഇതിപ്പം ഒരു ഡ്രസ്സിനുള്ള പൗഡറുണ്ട്, അതുകൊണ്ട് ഇത് മൊത്തം ഞാൻ ഇടുകയാണ് കേട്ടോ. ഇത് ഒരിക്കലും നമ്മൾ കൈ വെച്ചിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും തടി കഷ്ണങ്ങളോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നല്ല ബ്രൗൺ കളറാണ് കേട്ടോ. ഈ തടിയുടെ കളർ വരെ മാറിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പാൻറ്റ് നമ്മൾ ഇനി മുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കളർ മിക്സിങ് നമ്മൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ ആ തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് പിന്നെ ഇച്ചിരി വിനിഗർ ഇട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ആ കളർ പൗഡർ നമ്മൾ മിക്സ് ചെയ്ത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പാൻറ്റ് അങ്ങോട്ട് നമ്മൾ ഇടാൻ വേണ്ടി പോവുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം കേട്ടോ. അത് മിക്സ് ചെയ്ത കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഈ പാൻറ്റും നമ്മൾ നന്നായിട്ടൊന്ന് മുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മുക്കുകയാണ്. ഒരിക്കലും നമ്മുടെ ഹാൻഡ് നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ശരിക്കും ഇതൊക്കെ ഒരു കെമിക്കൽ സാധനമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യാതെ നമ്മൾ ഇത് നന്നായിട്ട് മുങ്ങണം കേട്ടോ. അതായത് കുറച്ച് ഭാഗത്തായിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഇതാക്കിയില്ലെങ്കിലേ പിന്നെ കുറച്ച് ഭാഗം കളർ പോയതും കുറച്ച് ഭാഗം കളർ ഉള്ളതുമായിട്ടിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് നമ്മളിത് മുക്കിയിടണം. ഗ്ലൗസ് നമ്മൾ ഇടുകയാണ്. ഇത് സെപ്പറേറ്റ് നമ്മൾ വാങ്ങിച്ചൊന്നുമല്ല. വീട്ടിൽ ഡൈ അടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സിസോടെ ഹെയർ ഡൈ അടിക്കാൻ പറയണം. അതിൽ ഈ ഒരു ഗ്ലൗസ് കിട്ടും കേട്ടോ. ഡയറക്റ്റ് നമ്മൾ കയ്യിലൊന്നും ഇരിക്കുന്നില്ല. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ചൂടുണ്ട് വെള്ളത്തിന്. നല്ല ചൂടാണ് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മുടെ പാൻറ്റ് ഇവിടെ പുതിയ കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ആ പോയ കളർ നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന കേസ് ഇപ്പോൾ കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കളർ നോക്കിയാൽ കേസ്. അപ്പോൾ കഴിഞ്ഞില്ല. ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ ചൂടുവെള്ളത്തിൽ നമ്മൾ എടുത്തു. ഇനി ഇത് കുറച്ച് തണുത്തിട്ട് നമുക്ക് ഇനി തണുത്ത വെള്ളത്തിൽ കഴുകണം. കഴുകി എടുത്തിട്ട് നമ്മൾ ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഉണക്കിയതിന് ശേഷമാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. പറഞ്ഞ ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് ഉണക്കാൻ നിൽക്കരുത്. ഇത് ഈ ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് ഇതൊന്ന് തണുപ്പ് മാറിന് ശേഷം നമ്മൾ കൈ പിടിക്കാൻ പറ്റുന്ന ഇത് തണുപ്പായതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് വേണം വീണ്ടും ഇത് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫൈനലി നമ്മുടെ തുണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ അടിപൊളിയായിട്ടില്ലേ. ഇതിൻ്റെ പഴയ കളറെല്ലാം പോയി നല്ല പുതിയതായിട്ടുണ്ട് കേട്ടോ. ഇത് ഉണങ്ങിയിട്ടില്ല. ഇതിപ്പോൾ തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടില്ല. ഇത് ഉണക്കാൻ വെക്കണം. ഇപ്പോൾ ഇത് ഉണക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റ് കൊടുക്കാതിരിക്കുക, അതുപോലെ തന്നെ തിരിച്ചിട്ടിട്ട് ഉണക്കുക. ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് അടിപൊളിയാണ് കേട്ടോ. ഞാൻ പ്രതീക്ഷയിലേക്കാൾ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ എനിക്ക് ഇതിന് കിട്ടിയത്, ഈ ബ്രൗണിന്. അപ്പോൾ അതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരുടെ വീട്ടിലും അതുപോലത്തുള്ള ഡ്രസ്സ് വാങ്ങി, അതായത് നിറം പോയ ഡ്രസ്സുകളൊക്കെ ആണോ, അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പുത്തനാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഫാൻസി ഷോപ്പിലും അതുപോലെ സ്റ്റേഷനറി ഷോപ്പിലും ഒക്കെ ലഭ്യമാണ്. കൂടുതൽ നിങ്ങൾ ഫാൻസി ഷോപ്പിൽ തിരക്കുന്നതായിരിക്കും നല്ലത്. അവിടെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ കാണിച്ച ആ ഒരു പ്രോഡക്റ്റ് തന്നെ വാങ്ങിക്കണമെന്നില്ല. പല ഫാൻസി ഷോപ്പ് ചിലപ്പോൾ പല കമ്പനിയുടെ ആയിരിക്കും. ഏതാണെങ്കിലും
ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈനിൽ ഇത് അവൈലബിൾ ആണ്. മീഷോയിലൊക്കെ ഒരു 120 രൂപയുടെയൊക്കെ പ്രോഡക്റ്റൊക്കെ കാണും. അപ്പോൾ അതിനേക്കാൾ നല്ലത് എന്തായാലും ഈ 20 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം കിട്ടും. മീഷോയിലൊക്കെ ആകുമ്പം നമുക്ക് എക്സ്ട്രാ ഡെലിവറി ചാർജ് കൊടുത്തിട്ട് വാങ്ങിക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് നിങ്ങൾ ആ ഒരു 120 രൂപയ്ക്ക് ഒരു 5 എണ്ണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും, 5 അല്ല 6 എണ്ണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും. അത് നിങ്ങൾ ഫാൻസി ഷോപ്പിൽ തന്നെ ഒരു 20 രൂപ മാത്രമേ ഉള്ളൂ. ചില കടയിലൊക്കെ 10 രൂപയ്ക്കും ഈ സാധനം ലഭ്യമാണ്. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു പ്രോഡക്റ്റാണ്. നിങ്ങളുടെ വീട്ടിലും ഇതുപോലത്തുള്ള പഴയ തുണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് പുതുപുത്തനാക്കി എടുക്കാം. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഗൈസ്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്.